ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു ലക്. അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചതല്ലാതെ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല, കഴിയില്ല. ഇനി അവർ തന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലോ ഒന്നും നടക്കൂല. 100 ഒട്ടകം ഇനാം വിളിച്ച മനുഷ്യനെയാണ് ഒരൊട്ടകപ്പുറത്ത് വരുമ്പോൾ തൊലാൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജാബ ശുക്രു അലൈനാ മദാലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജീത ബിൽഅംരിൽ മുതാഇ ജീതാശ റഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ യാ നബി. 100 ഒട്ടകം ബിനാം വിളിച്ചിരുന്നു ഈ മനുഷ്യന്റെ തലക്ക്. ആ മനുഷ്യനാണ് അതാ ഒരൊട്ടകപ്പുറത്തെ മദീനയിലേക്ക് വരുന്നത്. തിരിച്ച് ഒരൊട്ടകപ്പുറത്ത് മക്കയിലേക്ക് വരുമ്പോ പാട്ടുപാടുകയാ. മദീനയിൽ വന്നപ്പോ നാട്ടുകാർ പാട്ടുപാടി. തിരിച്ച് മക്കയിലേക്ക് പോയപ്പോഴും അപ്പോഴും ഒട്ടകപ്പുറത്താ. ഒട്ടകം 100 ഒട്ടകം തലക്കനാൻ വിളിച്ചു. എന്തുകൊണ്ട്? ലൗ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യളുറുക ബിശൈഇൻ ലം യളുറുക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു അലൈക. ഈ ലോകം മുഴുവനും ഒരുമിച്ചുകൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അല്ലാഹ് കരുതിയതല്ലാതെ നടപ്പില്ല. ഒരൊട്ടകപ്പുറത്ത് മടങ്ങി വന്നു മക്കയിലേക്ക്. പാട്ടുപാടാ. എങ്ങനെ പാടിയത്? അന നബിയുൻ ലാ കറിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്. ഓർക്കങ്ങോട്ട് പാട്. അന നബിയുൻ ലാ കറിബ് അന ബിനു അബ്ദിൽ മുത്തലിബ് അന നബിയുൻ ലാ കറിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്. അതുകൊണ്ട് ബുസ്താനിക്ക് ഇവിടെ ഒരു കച്ചവട പീടിക വെച്ചു. ഞാനൊരു കച്ചവട പീടിക നേരത്തെ തന്നെ ഉണ്ട്. എനിക്കിവിടെ പാളയത്തൊരു കച്ചവട പീടികയുണ്ട്. പിന്നെ ബുസ്താനി ഒരു കച്ചവട പീടിക കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അയാളെ കടയൊക്കെ ആളുകൾ കയറുന്നു കണ്ടു. എന്നാ ഞാൻ ബേജാറാകണ്ടയില്ല. ഇന്നല്ലാഹ യബ്സുതുർ റിസ്ഖ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാ. അല്ലാഹു തആല എനിക്കിപ്പോൾ അത്രേ വിധിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ എടുക്കുന്ന പണി എന്താണെന്നറിയോ? ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. എനിക്കറിയാം. കോയമ്പത്തൂരിൽ നിന്ന് ലാട്ട് പൊളിച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾ പൊളിഞ്ഞോളി, അങ്ങനെ കൂടിക്കോളി, കുഴപ്പമൊന്നുമില്ല. 3-ാം ദിവസം സാധനം വെളുക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെയാണ്. അപ്പുറത്തെ ഒരു ടൈൽസ് കച്ചവടക്കാരന്റെ പീടികയിലേക്ക് പോകുമ്പോൾ ഈ ടൈൽസ് കച്ചവടക്കാരൻ പറയാം കുഴപ്പമില്ല, നമ്മളിത് വാങ്ങണമെന്ന് ഇല്ല. പക്ഷെ 4-ാം ദിവസം വെളുത്തില്ല കണ്ട് പിന്നെ അങ്ങോട്ട് വരരുത്, പണ്ടോടക്ക് പോവോ ഇത് പറയാം. ആ മറ്റൊരു പേടിയായി പഠിച്ചോനെ എന്ന്. ഒന്നുമില്ല, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി എടുക്കണമെങ്കിൽ ആ കോഴിക്കോട്ട് പോയിക്കോ, എന്നാലും മന കിട്ടണ്ട. മനസ്സിലായില്ല? ഞാൻ കോഴിക്കോട്ട് പോയിക്കോ എന്ന് പറയാം. അല്ലെങ്കിൽ കുന്നമ്പലത്ത് പോയി എടുത്തോ എന്ന് പറയാം. എന്തിനാ? നമ്മളെ കാര്യമൊക്കെ നമുക്കറിയില്ല, അതിൽ ഏറ്റവും മോശം ഓൻ കൊണ്ടുവരുന്നത് എന്ന് പറയാം. ഇതന്നെ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. എന്നാ നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കുക. ചില നേരത്തെ അല്ലദീന ഇദാ സാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ക്ഷമിച്ചെന്നാൽ റഹ്മത്ത് ഇറങ്ങി വരും. പിന്നെ 2 ആഴ്ച ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവനും ആവറേജ് കച്ചവടം ഉണ്ട്. സ്വർണ്ണ പീടിക കൂടിയതിന്റെ പേരിൽ പീടിക പൂട്ടുകയാണെങ്കിൽ കൊടുവള്ളി പൂട്ടണം. യമീനം വശിമാലൻ വറാൻ വാമായി. എവിടെ നോക്കിയാലും എന്തേ ഉള്ളൂ? സ്വർണ്ണപ്പീടിയുള്ളൂ. എന്നിട്ട് എന്തേ പൂട്ടിയത്? അതിനനുസരിച്ച് ആളുകൾ പൊന്നെടുക്കാൻ നല്ലതൊന്നും കൂടെ കൊടുവള്ളി എന്നിട്ട് അങ്ങോട്ടാണ്. മനസ്സിലായില്ല? അങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഒരേ സൈഡിൽ. ഇവിടെ കമ്മത്ത് ലൈൻ എന്നല്ലേ പറയാം. ഇവിടെ കമ്മത്ത് ലൈൻ ഉണ്ട്. അവിടെ ഒക്കെ സ്വർണ്ണക്കടയാ. എല്ലാവരും വല്ല പൊന്നെടുക്കണമെങ്കിൽ അങ്ങോട്ട് ഒക്കെ സ്വർണ്ണക്കടയാണ്. അവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. എന്തിനാ? ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. എല്ലാം നൽകുന്നത് ആരാണ്? അല്ലാഹ്. പേടിക്കണ്ട. പിന്നെ നമ്മൾ റിട്ടയർഡ് ആക്കണം എന്ന് അല്ലാഹ് തീരുമാനിച്ച അതിനെന്താ ഉള്ളത്? അല്ലെങ്കിലും നമ്മൾ റബ്ബിൻ്റെതാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഇന്ന തൗസിഅത റിസ്ഖി വതളീഖഹു ലൈസ ദലീലൻ അലാ റിളല്ലാഹ്. ഒരാൾക്ക് ഭക്ഷണം കൂടി കുറഞ്ഞു എന്നത് അള്ളാന്റെ പൊരുത്തത്തിന്റെ മാനദണ്ഡമല്ല. ലോകത്തെ നമ്പർ 1 പണക്കാരൻ ഇന്നും മുശ്രിക്കാണ്, ബിൽ ഗേറ്റ്സ്. ലോകത്തെ നമ്പർ 1 പണക്കാരൻ ഇന്നും ബിൽ ഗേറ്റ്സ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ ആയിരുന്ന സ്ഥാനം അയാൾ ഒഴിവായി തോന്നുന്നു. മൈക്രോസോഫ്റ്റിലെ ബിൽ ഗേറ്റ്സ് രാജിച്ചു. ബിൽ ഗേറ്റ്സ് ആണ് ലോകത്തെ നമ്പർ 1 പണക്കാരൻ. ആരാ? മുശ്രിക്ക. ഇന്ന ശിർക ലളുൽമുൻ അലീം, ഇന്ന ശിർക ലളുൽമുൻ അലീം. മുസ്തഫ നബി പറഞ്ഞു, ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. അല്ലാഹു ഉറുപ്പിക പണം ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഒരാൾക്ക് പണം കിട്ടി എന്നത് അള്ളാന്റെ പൊരുത്തത്തിന്റെ മാനദണ്ഡമേ അല്ല. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ യുഹിബ്ബു ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. ആർക്കും കൊടുക്കും. ഇതത്രയേ ഉള്ളൂ. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഇത് നിസാരാണ്. ഇതിനു വേണ്ടി കൂടണ്ട. ഇതെന്താ? യദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅസിഖുഹാ അദല്ലു മിനൽ ദലീലി. യദ്ദുനിയാ. എന്തൊരു പാട്ടാ! ഇതൊന്നും നിങ്ങൾക്ക് പാടാൻ കഴിയില്ലല്ലോ. എന്റെ കുട്ടിക്കാലത്ത് ഇത് പാടുന്ന അമ്പോടും കാരണവന്മാരുണ്ടായിരുന്നു. ഇത് തഅലീമുൽ മുതഅല്ലിമിലുണ്ട് ആ പാട്ട്. എന്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഇഷ്ടം പോലെ നാടന്മാർക്ക് കിട്ടും. ഇന്ന് നാടന്മാർക്ക് പോലും ഇത് കിട്ടൂല. ആർക്കും കിട്ടൂല, പഠിച്ചവർക്ക് പോലും കിട്ടുമെന്ന സംശയം. തസവുഫൊക്കെ പറ്റ ഒഴിവാക്കി. നാളെ ആ വിഷയമാണ്. വളരെ നിസാര, വളരെ തെന്തപ്പതിന്റെ കഥ. എങ്ങനെയാണ്? എന്റെ കുപ്പായം അലക്കാൻ എന്റെ ഭാര്യ എടുത്താൽ എന്ത് ചെയ്യും? മൂപ്പർക്ക് ആവശ്യം ഉണ്ടാവുന്ന നോട്ടെടുത്തിട്ട് തലയണന്റെ അടിയിൽ വെക്കും. പിന്നെ ഞാൻ കുപ്പായിട്ട് വരുമ്പോ എന്ത് ചെയ്യും? സാധാരണ അവള് കുപ്പായം അലക്കാൻ വേണ്ടി എടുക്കും. മനസ്സിലാവണില്ലേ? കുപ്പായം അലക്കാൻ വേണ്ടി ഭാര്യ എടുത്താൽ ഈ പൈസ എടുത്തിട്ട് തലേന്നന്റെ അടിയിൽ വെക്കും. എന്നിട്ട് അലക്കിക്കൊണ്ടത് വസ്ത്രം അവിടെ വെക്കും. പിന്നെ ഞാൻ മടങ്ങി വന്നിട്ട് ഞാന് വസ്ത്രം മാറ്റിയിട്ട് സ്ഥിരം തലേന്നന്റെ അടിയെ പൊക്കിയിട്ട് അവിടുന്ന് പൈസ എടുത്ത് പോക്കറ്റിൽ. അതൊരു അവസാനത്തെ കർമ്മമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ. ശരി, ഇനി ഞാൻ മരിച്ചു നിൽക്കാം. ഇപ്പോൾ ഞാൻ മരിച്ചു നിൽക്കാം. എന്നാൽ ഈ കുപ്പായം അങ്ങോട്ട് മാറ്റും. കുപ്പായം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പൈസ എടുത്തിട്ട് അങ്ങനെ വെക്കൂല. ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അവിടെ കടന്നോട്ടെ, വാപ്പാന്റെ മയ്യത്തിന്റെ അടിയിൽ കടന്നോട്ടെ, വാപ്പാക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കരുതി അവിടെ വെക്കൂല. എന്തുകൊണ്ട്? വാപ്പാക്ക് ഇനി അതുകൊണ്ട് ഉപകാരല്ല. അങ്ങനെയാണ്. 10 മുതലാളിമാര് തമ്മിൽ വർത്താനം പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾക്കുള്ളത്? എനിക്ക് ഷാർജിൽ കച്ചവടമുണ്ട്, പിന്നെ ദുബായിൽ ഒരു കച്ചവടം തുടങ്ങാൻ കരുതുന്നുണ്ട്, കൊടുവള്ളി 4 ജ്വല്ലറി ഉണ്ട്, ഇവിടെ അങ്ങനെ കമ്മത്തിലൈനിൽ വേറെ ഒന്നുണ്ട്, മറ്റൊന്നാണ്. എനിക്ക് ജ്വല്ലറി ഒന്നും ഇല്ല, റിയൽ എസ്റ്റേറ്റ് അങ്ങനെ അത്യാവശ്യം അൽഹംദുലില്ലാ 28 പല്ലുണ്ടായതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. എന്നെ അങ്ങനെ അങ്ങനെയൊക്കെ അല്ല. എന്താ ഉള്ളത്? എനിക്കൊന്നുമില്ല, കയപ്പൊന്നുമില്ല. എന്നാലും കുറച്ച് ഭൂമി സ്വത്തൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കൊന്നുമില്ല. കുറച്ച് വണ്ടി ഓടുന്നുണ്ട് എന്നുണ്ട്. എന്നാൽ എനിക്ക് കുറച്ച് കല്ല് ലോറി ഉണ്ട്, കൽക്കോറി ഉണ്ട്. എന്ന് ഇനിയിപ്പോ ഈ 10 മുതലാളിമാരും ഇപ്പൊ അങ്ങോട്ട് മരിച്ചു നോക്കാം. മയ്യത്തിന് പരസ്പരം വർത്താനം പറയാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുത്തു നോക്കുക. എന്നിട്ട് മയ്യത്ത് പരസ്പരം പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഉള്ളത്? അപ്പൊ മറ്റേ മയ്യത്ത്, എന്താ എനിക്കുള്ളത്? എനിക്ക് ഒരു 3 കഷ്ണം കിട്ടുന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് അതും കുറയാൻ സാധ്യത ഉണ്ട്. എന്റെ മൂത്ത മകൻ കൈകാര്യക്കാരനോ, വലിയ അരക്കനാ, വലിയ കള്ളനാ. എന്റെ കുട്ടിക്കാലത്തെ കള്ളനായതുകൊണ്ട് എന്റെ 3 മിക്കവാറും 2 സാധ്യതയുണ്ട്. ഇതിന്റെ പേരിൽ എന്നിട്ട് അസൂയ വെക്കണം.
അദല്ലു മിനദലീലി അദ്ദുനിയാ ജീബതുൻ വതാലിബുഹാ കിലാബ്. ദുനിയാവ് എന്നത് ഹലാൽ ഹറാം നോക്കാത്ത ശവമാണ്. അതിന്റെ പിന്നെ